ജൂലൈ 21 മുതൽ ഓൺലൈൻ ടാക്സികൾ അനിശ്ചിതകാലത്തേക്ക് സമരത്തിലാണ്. ഊബർ, ഓല, കേരള സവാരി കമ്പനികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ടാക്സികളാണ് സമരത്തിന് ആഹ്വാനം നൽകിയിരിക്കുന്നത്. കമ്പനികൾ ഇരട്ടി കമ്മീഷൻ ഈടാക്കുന്ന മൂലം നിത്യച്ചിലവിൻ്റെ തുക പോലും ലഭിക്കുന്നില്ല എന്നതാണ് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ പരാതി. ജൂലൈ 21 മുതൽ സംസ്ഥാനത്തെ ഓൺലൈൻ ടാക്സികൾ പണിമുടക്കുകയാണ്. പ്രധാനമായും ഊബർ, ഓല, അതോടൊപ്പം തന്നെ കേരള സവാരി എന്നീ ആപ്പുകളുമായി സഹകരിച്ച് ജോലി ചെയ്യുന്ന ടാക്സികളാണ് പണിമുടക്കുന്നത്. പ്രധാനമായിട്ടും ഈ കമ്പനികൾ വാങ്ങുന്ന കമ്മീഷൻ തുക അത് കൂടുതലാണ് എന്നും ഒരു ദിവസം ഓടിയാൽ പോലും നിത്യച്ചിലവിനുള്ള പണം പോലും കിട്ടുന്ന സാഹചര്യമില്ല എന്നുമാണ് പ്രധാനമായിട്ടും ഡ്രൈവർമാർ പങ്കുവയ്ക്കുന്നത്. ഈ ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിജു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കേരളത്തിലെ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ മാന്യമായിട്ടുള്ള ഒരു വേതനം, അതിനു വേണ്ടിയിട്ടാണ് ഈ സമരമുള്ളത്. അതുപോലെ തന്നെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുക. ഇപ്പോൾ പല ദിവസങ്ങളിലും രാവിലെ ഡ്രൈവർമാർ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് അവർ അറിയുന്നത് അവർ ഊബറിൽ നിന്നോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കമ്പനികളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നുള്ളത്. കൊച്ചിയിലെ ഒരു 250-ലധികം ആളുകൾ പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കമ്പനികൾ ചെയ്തിട്ടുള്ളത്. സെഡാൻ, ഹാച്ച് ബാക്ക് കാറ്റഗറിയിലുള്ള വാഹനങ്ങൾക്ക് 200 രൂപ ഒരു ബേസായിട്ടുള്ള ഒരു ഫെയർ സെറ്റ് ചെയ്ത് കിലോമീറ്ററിന് ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള തുക കിട്ടുക എന്ന് പറയുന്നത് ഓരോ തൊഴിലാളികളുടെ അവകാശമാണ്. ആ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം കൂടിയാണ് ഇത്. പ്രധാനമായിട്ടും ഇപ്പോൾ അനിശ്ചിതകാല സമരം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കമ്പനികളെ അറിയിച്ചോ? എന്താണ് അവരുടെ ഒരു ഇത് 21-ാം തീയതി മുതലാണ് അനിശ്ചിതകാല സമരമുള്ളത്. എല്ലാ യൂണിയനുകളുടെ ഭാഗത്തു നിന്നും, ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ OTDUവിൻ്റെ ഭാഗത്തു നിന്നും, സംയുക്ത സമരസമിതിയുടെ ഭാഗത്തു നിന്നും, റാപ്പിഡോ, കേരള സവാരി, ഊബർ, ഓല മുതലായിട്ടുള്ള എല്ലാ ഓൺലൈൻ കമ്പനികൾക്കും നമ്മൾ ഡിമാൻഡ് നോട്ടീസുകൾ നൽകിയിട്ടുണ്ട്. നമ്മൾക്ക് ഒരു കാരണവശാലും ഈ നിലവിലുള്ള ഫെയറുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കടത്തിൽ നിന്ന് കടത്തിലേക്ക് പോവുകയും വാഹനങ്ങൾ പല ബാങ്കുകളും അറ്റാച്ച് ചെയ്ത് തുടങ്ങി, പല ഡ്രൈവർമാർക്കും വീടുകളിൽ പ്രശ്നങ്ങൾ തുടങ്ങി, പല അടവുകൾ പ്രോബ്ലം വന്നു തുടങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണിയിലാണ് ഡ്രൈവർമാർ ഇപ്പോൾ നിലവിലുള്ള കണ്ടീഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ തലത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സമവായ ശ്രമം അല്ലെങ്കിൽ ഇപ്പോൾ ജില്ലയിലെ തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം OTDUവിൻ്റെ ഭാഗത്തു നിന്നും മറ്റിതര സംഘടനകളുടെ ഭാഗത്തു നിന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുകയും നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടാം, ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ 2 വകുപ്പുകളാണ് മെയിനായിട്ട് ഉള്ളത്. ഒന്ന് മോട്ടോർ വാഹന വകുപ്പും തൊഴിൽ വകുപ്പും. ഈ 2 വകുപ്പുകളും ഏകോപിച്ച് ഇവിടെ ഒരു നിയമം കൊണ്ടുവരികയും കമ്പനികളെ ആ നിയമത്തിനകത്ത് നിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷനായി. പുതുതായിട്ട് വരുന്ന ആളുകൾ അവർ ഓടാൻ തയ്യാറായി വരുമ്പോൾ ഈ സമരത്തെ വലിയ രീതിയിൽ ബാധിക്കും. എല്ലാ ആളുകളും പൂർണ്ണമായിട്ടുള്ള പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും 21-ാം തീയതി തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും തൃശ്ശൂരും സമ്പൂർണ്ണമായിട്ട് ഓൺലൈൻ ടാക്സികൾ നിശ്ചലമായിരിക്കും. 21 മുതൽ അനിശ്ചിതകാല സമരമാണ് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാന കാരണം അവരുടെ കമ്മീഷൻ, അതോടൊപ്പം തന്നെ അവർക്ക് നിത്യച്ചെലവിനുള്ള പണം പോലും നിലവിൽ കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത് എന്ന കാര്യം കൂടിയാണ്. ജോയ്സിയാറിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.